ചേട്ടാ നമസ്കാരം. നമസ്കാരം. കാർഗിൽ വിജയ ദിവസമാണ് ഇന്ന്. അപ്പോ ഈ കാർഗിൽ വിജയ ദിവസമായ ഇന്ന് ഇന്ത്യയുടെ അതിശക്തമായിട്ടുള്ള സൈനിക ശേഷിയെ ഊന്നി പറഞ്ഞുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ ഡി കുൻഹ ഒരു പ്രസ്താവനയായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വാർത്ത ഇരുന്നു, ഇന്ത്യ കയറി മേഞ്ഞു പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞൊരു വാർത്ത. അത് ഭയങ്കര റെസ്പോൺസ് ഉള്ള ഒരു വാർത്തയായിരുന്നു. കാരണം കിരാന കുന്നുകളിൽ അടിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വാർത്ത ചെയ്തു. ഇപ്പൊ ഇന്ന് കാർഗിൽ വിജയ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ MiG-21 വിട പറയുകയാണ് നമ്മുടെ ഇന്ത്യയുടെ എയർഫോഴ്സിൽ നിന്ന്. ഒരുപാട് കാലം ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിച്ച ഈ MiG-21 എന്ന് പറയുന്ന ആ യുദ്ധ ഫൈറ്റർ ജെറ്റിന് ഒരു വലിയൊരു വിട വാങ്ങൽ ഒരു ചടങ്ങൊക്കെ കൊടുത്താണ് MiG-21 നമ്മളെടുത്ത് മാറ്റിവെക്കാൻ പോകുന്നത്. പറക്കുന്ന ശവപ്പെട്ടി എന്നാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത്. കാരണം അത് ശേഷിയൊക്കെ പോയി. 1960-ലാണ് നമ്മുടെ ഇന്ത്യൻ സേനയിലോട്ട് അത് വന്നത്. സ്വാഭാവികമായിട്ടും വർഷങ്ങൾ കഴിയുന്നതോറും ഇപ്പൊ ഇന്ന് നമ്മൾ റഫേൽ ഉപയോഗിക്കുന്നു, ഒരു 60 കൊല്ലം കഴിയുമ്പോൾ റഫേലിനും MiG-21 ഗതി വരും. അത് സ്വാഭാവികമാണ്, കാരണം ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം സേവിച്ച നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിച്ച MiG-21 നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ ഒരു വലിയൊരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കാർഗിൽ വിജയ ദിവസത്തിൽ ഈ വാർത്ത തുടങ്ങാം. അതിന്റെ താഴെ ഒരാൾ കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ചെയ്തിരുന്നു. അതിന്റെ താഴെ ഒരുത്തൻ കമന്റ് അടിച്ചിരിക്കുന്നു, തനിക്കറിയില്ലേ MiG-21 എത്ര തവണ തകർന്നു വീണു, അതിന്റെ കണക്കുകളൊന്നും തനിക്കറിയില്ലേ എന്ന് പറഞ്ഞിട്ട് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളോട് എനിക്ക് പറയാനുള്ളത്, അത് തകർന്നു വീണതിനെക്കാട്ടിൽ ഇവന്റെ അച്ഛന്റെ അപ്പൂപ്പന്റെ ഒക്കെ തലയിൽ മെസ്സേജ് വീഴാതെ സംരക്ഷിച്ച കണക്കായിരിക്കും കൂടുതലുള്ളത്. അത് ഇയാളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് നല്ലതായിരിക്കും. എന്തായാലും നമുക്ക് ഇപ്പൊ ഇന്ന് വരുന്ന വാർത്ത കാർഗിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തട്ടിച്ചു നോക്കണം. കാർഗിലിന് ശേഷം ആണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ അവിടെയും ഇവിടെയും നമുക്കുണ്ടായിരുന്ന ഡിഫൻസിലുണ്ടായിരുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചാണ് ഡി കുൻഹ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ പാകിസ്ഥാൻ എത്ര നീചമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബാഹുബലി ഫസ്റ്റില് ഈ ബാഹുബലി ഇങ്ങനെ കാലകയന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സിവിലിയൻസിനെ എടുത്ത് മുമ്പിലോട്ട് ഇടും. അപ്പൊ പുള്ളി പെട്ടെന്നൊന്ന് പകച്ചു പോയി നിർത്തൂ എന്ന് പറയും. എന്നിട്ട് ഇവരെ എങ്ങനെ രക്ഷിക്കും? കാരണം ഈ സിവിലിയൻസിന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് നിൽക്കുക, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിവിലിയൻസിനെ കൊള്ളും. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് മനുഷ്യത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ പുള്ളി ബാക്ക് ഔട്ട് അടിക്കും. അപ്പൊ യുവമാർ അതേ ടൈപ്പാണ്, ഈ കാട്ടാളന്മാരൊരു സെറ്റപ്പാണിത്. അവന്മാരോട് നമുക്ക് സംസാരിച്ച് ചെയ്യാനും പറ്റത്തില്ല. തൊണ്ടയിൽ ഉണ്ട കയറ്റുക എന്നുള്ളത് മാത്രമേ യുവമാരുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമായിട്ടുള്ളൂ. അപ്പൊ അതുപോലെ ഈ സിവിലിയൻ വിമാനം യുവമാർ പറത്തി വിടും. അതിനകത്ത് സിവിലിയൻസ് ഉണ്ടായിരുന്നു. വിമാനം പറത്തി വിട്ടിട്ട് യവന്മാരുടെ യുദ്ധവിമാനം അയക്കും. അപ്പൊ യവന്മാർക്ക് കൃത്യമായിട്ട് അറിയാം, ഇന്ത്യ ഒരിക്കലും സിവിലിയൻ വിമാനത്തെ ആക്രമിക്കില്ല. അതിന്റെ മുഖം മൂടി പിടിച്ചുകൊണ്ട് നമ്മളെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഡൽഹി, സുവർണക്ഷേത്രം എല്ലാവന്മാർ ഇത് കണക്കിൽ ലക്ഷ്യമിട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ഇത് വിദഗ്ധമായിട്ട് തകർത്തു എന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് ഇത് ഇപ്പൊ തകർക്കാൻ പറ്റും, പക്ഷെ കാർഗിലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റില്ല. അതിന്റെ വ്യത്യാസം എനിക്കൊന്ന് അറിയണം, എന്താണുള്ളത് ആ സമയത്തും ഈ സമയത്തും തമ്മിലുള്ളതെന്നുള്ളത്. അടുത്തത് അദ്ദേഹം പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ മുഴുവൻ ഇന്ത്യയുടെ പരിധിയിലുള്ളിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയുടെ സൈനിക ശേഷിയെ ഊന്നി പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ അതിന്റെ ആഴങ്ങളിൽ നിന്ന് നേരിടാൻ ആവശ്യമായിട്ടുള്ള ആയുധ ശേഖരം ഇന്ത്യക്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ ജനറൽ ആസ്ഥാനം GHQ റാവൽപിണ്ടിയിൽ നിന്ന് ഖൈബർ പഖ്തൂൺഖ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റിയാലും ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. നമ്മൾ അടിക്കാനുള്ളത് അടിച്ചിരിക്കും. കൃത്യമായിട്ടുള്ള റഡാറിലാണ് നമുക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ, സംഘർഷകാലത്ത് ഈ PAF ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു പ്രതിരോധ നിലപാട് സ്വീകരിച്ചിരുന്നു. അത് ഞാൻ പറഞ്ഞതാണ്, ഈ വ്യോമാക്രമണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവർ ഈ സിവിലിയൻ വിമാനങ്ങൾക്ക് പിറകിൽ വന്നുള്ള ആക്രമണം അവർ നടത്തിയിരുന്നു. പിന്നെ നമ്മുടെ രാജ്യങ്ങൾ സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം നമ്മുടെ സൈനിക ശേഷിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യൻ ശ്രമങ്ങളെ സങ്കീർണമാക്കുക എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സാറ്റലൈറ്റ് ഇന്റലിജൻസ്, നേത്ര എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ AEW&C വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്ത്യൻ സൈന്യത്തിന്റെ നൂതന പരീക്ഷണ സംവിധാനങ്ങളായിരുന്നു. പാകിസ്ഥാൻ റഡാറുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ടും അവരുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ടും ഈ തന്ത്രങ്ങളെ ഫലപ്രദമായി നേരിട്ടു എന്ന് പറയുന്നു. ഇപ്പോ ഇന്ത്യക്ക് ഈ തന്ത്രങ്ങളൊക്കെ ഉണ്ട്, കാർഗിലിൽ ഇതില്ലായിരുന്നു. അതുകൊണ്ടാണ് കാർഗിലിൽ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് നമ്മൾ നേരിടേണ്ടി വന്നതെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് ആ സമയത്തുള്ള ഭരണത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് സ്വാഭാവികമായിട്ട് സാങ്കേതികവിദ്യ വളരാത്തത് കൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു അന്ന് നടന്നത്? ശരിക്കും ഇന്നത്തെ ദിവസം ഈ ചർച്ച വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം 1999 ജൂലൈ 26-നാണ് നമ്മൾ വിജയദിനമായിട്ട് ആഘോഷിക്കുന്നത് കാർഗിൽ. അന്ന് അവിടുത്തെ കൊടുമുടികളിലെല്ലാം നമ്മുടെ സേന കടന്നു ചെല്ലുകയും നമ്മുടെ ദേശീയ പതാക പറപ്പിക്കുകയും ചെയ്തൊരു ദിവസം കൂടിയാണ്.
പക്ഷെ അത് നമ്മൾ ഈ നരേന്ദ്രമോദി കയറുന്നതിന് മുമ്പ് നടന്ന ഒരു വാറായിരുന്നു കാർഗിൽ വാർ എന്ന് തന്നെയാണ് നമ്മൾ അതിനെ പറയുന്നത്. അത് ചെറിയൊരു കാര്യമല്ലായിരുന്നു. നമ്മുടെ ചില ബലഹീനതകളും തുറന്നു കാണിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നു നമ്മൾ പറയേണ്ടി വരും. അതിനു മുമ്പ് അതിനകത്തൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ അന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ശ്രീ എ ബി വാജ്പേയി ആണ്. അദ്ദേഹം കൂട്ടുകക്ഷി സർക്കാർ ആയിരുന്നെങ്കിൽ പോലും എ ബി വാജ്പേയി ആണ്. അദ്ദേഹം ഈ കുറച്ച് സോഫ്റ്റ് കോർണർ ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു കവി ഹൃദയനാണ്, കവിയൊക്കെ ആയിരുന്നു. അദ്ദേഹം അനവധി വട്ടം പാകിസ്ഥാനുമായിട്ട് സ്നേഹത്തിൽ പോകാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. ട്രെയിൻ വിട്ടു, കൈനീട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ ഒരു ചർച്ചകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ ഈ ഒരു തെമ്മാടിത്തരം കാണിച്ചത്. നമുക്ക് ഒന്നിച്ചു പോകാം, സ്നേഹിച്ചു പോകാം, നമ്മളിനി വഴക്കിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ വാജ്പേയി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരികളെ, പ്രധാനമന്ത്രിമാരെ നോക്കിക്കഴിഞ്ഞാൽ വാജ്പേയിയോളം പാകിസ്ഥാനുമായിട്ട് സ്നേഹത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മുൻകൈ എടുത്തതുമായിട്ട് പ്രധാനമന്ത്രി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ അദ്ദേഹം അതെല്ലാം ചെയ്തെങ്കിലും അതിനെല്ലാം ഈ പാകിസ്ഥാൻ ആദ്യം കൈ കൊടുക്കുകയും പിന്നെ പുറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു കണ്ടത്. നമ്മൾ കണ്ടതാണ് ഈ ട്രെയിൻ വിട്ട് ആ ട്രെയിൻ തന്നെ സ്ഫോടനം ഉണ്ടാക്കിയവന്മാര്. അങ്ങനെ എല്ലാം ചെയ്തവരാണ് ഇവര്. അപ്പോ പിന്നീട് നിന്ന് പാഠം പഠിച്ചത് കൊണ്ടാകണം ഇപ്പോൾ നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്തവരുമായിട്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കാർഗിലിലേക്ക് നുഴഞ്ഞു കയറുന്നത്. പിന്നീട് ഇത് മാസങ്ങൾക്ക് ശേഷമാണ് ഇത് അറിയുന്നത് തന്നെ ഇവിടെ ഇങ്ങനെ നുഴഞ്ഞു കയറി ഉള്ളത്. ഇന്റലിജൻസിന്റെ പരാജയമാണ് എന്നൊക്കെ അന്നേ തന്നെ വിമർശനം ഉയർന്നിരുന്ന വലിയ ചർച്ചയും ബഹളവും ഒക്കെ അന്ന് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ഉൾപ്പെടെ പലവട്ടം നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും അവരതൊക്കെ പറയാറുമുണ്ട്. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ പട്ടാളം പോന്നു. അമേരിക്കയുടെ GPS സംവിധാനം പോലും നമുക്ക് ആ വാറിൽ നമ്മുടെ ഇന്ത്യൻ സേനയ്ക്ക് തന്നില്ല. ഒടുവിൽ ഇസ്രായേലാണ് അവരുടെ ഉപഗ്രഹം വഴിയുള്ള ചിത്രങ്ങൾ ഇന്ത്യൻ സേനയ്ക്ക് നൽകുകയും നമ്മുടെ കാഷ്വാലിറ്റി കുറച്ചെങ്കിലും കുറയ്ക്കാൻ സഹായകരമായതുമൊക്കെ. നമുക്ക് ആ യുദ്ധത്തിന്റെ ഇന്ന് അതിന്റെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. ന്യൂസ് ഇന്ത്യ മലയാളം രാവിലെ ആ കണക്കുൾപ്പെടെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ കണക്കിൽ കൂടെ ഒന്ന് പോയിട്ട് മുൻപോട്ട് പോകാം. അപ്പോഴേ നമുക്ക് അതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകുകയുള്ളൂ. കാരണം ഇപ്പോ ഈ യുദ്ധം വേണം, പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നാൽ തിരിച്ചടിക്കണം, അവനെ തകർക്കണം എന്നൊക്കെ പറയുന്നവരുടെ മുമ്പിലേക്ക് ഒരു ചെറിയ കണക്ക് കൂടി തരാം. യുദ്ധം എന്ന് പറയുന്നത് ചെറിയൊരു സാധനമല്ല, വലിയ ചെലവുള്ള കാര്യം തന്നെയാണ്. അതിലേറെ വലിയ നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കും എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ഒരു കണക്കിലേക്ക് പോകും. ഒരു ശരാശരി കണക്കിലേക്ക് പോകുമ്പോൾ അവിടെ ആ കാർഗിൽ യുദ്ധസമയത്ത് നമ്മുടെ ഇന്ത്യൻ വ്യോമസേന 300-ലധികം വ്യോമാക്രമണം നടത്തി. അത്രയും ദിവസം 300-ലേറെ വ്യോമാക്രമണം നടത്താനായിട്ട് നമ്മുടെ വ്യോമസേനയുടെ ആ ഒരു ഇതിന് ചെലവായത് 2000 കോടി രൂപയാണ്. നമ്മുടെ ഇന്ത്യൻ കരസേനയ്ക്ക് ഒരു ദിവസം അവരുടെ ആ യുദ്ധത്തിന്, ഒറ്റ ദിവസത്തെ യുദ്ധത്തിന് 10 മുതൽ 15 കോടി വരെയായിരുന്നു ഈ കാർഗിൽ വാറിന് നമുക്ക് എക്സ്പെൻസീവ് ആയത്. ചില നിർണായക ദിവസങ്ങളുണ്ട്. നമ്മൾ കടുത്ത പോരാട്ടം നടത്തുന്ന, രാപകൽ നടത്തുന്ന കടുത്ത പോരാട്ടം നടക്കുന്ന നിർണായക ദിവസങ്ങൾ 1460 കോടി രൂപ വരെ പെർ ഡേ ആയിട്ടുണ്ട്. അങ്ങനെ 5000 തൊട്ട് 10,000 കോടി രൂപ വരെ ആയിരുന്നു നമുക്ക് ഈ കാർഗിൽ യുദ്ധത്തിന് നമുക്ക് ചെലവായ തുക. പാകിസ്ഥാനിലേക്ക് വന്ന അവർ 370 കോടിയായിരുന്നു അവർക്ക് പെർ ഡേ എക്സ്പെൻസ് വന്നിരുന്നത്. അപ്പം കാലമേറെ പോയി. നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പറഞ്ഞു ഒരു ബ്രഹ്മോസ് പോകുമ്പം കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് ചെലവാകുന്നത് എന്നുള്ളത്. അത് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ മിസൈലൊക്കെ ഉണ്ടാക്കി നമ്മൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ യുദ്ധത്തെ പിന്നെ കാണുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഈ നമ്മുടെ ഉത്സവപ്പറമ്പിലെ വാണവുമായിട്ടാണോ ഈ ബ്രഹ്മോസിനെ താരതമ്യം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ വിഷുവിന് പൊട്ടി ബാണത്തിന് തന്നെ അത്യാവശ്യം 350-400 രൂപയുണ്ട്, റോക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് വിടുന്ന സാധനത്തിന്. അപ്പൊ ഈ ബ്രഹ്മോസിനൊക്കെ കണക്ക് എത്രയോ കോടികളാണ് ചെലവഴിക്കുന്നത്. അങ്ങനെ കോടികൾ ചെലവഴിച്ചിട്ട് തന്നെയാണ് യുദ്ധം എല്ലായിടത്തും കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സാമ്പത്തികമായി തകർന്നു. പക്ഷെ അന്ന് നമ്മുടെ രാജ്യം സാമ്പത്തികമായി തകർന്നില്ല. കാരണം നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ഭരണകൂടം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും, അതായത് രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. വാജ്പേയി ഈ സഖ്യകക്ഷികളുടെ സഹായത്തോടാണ് ഭരിച്ചത് എങ്കിലും അദ്ദേഹത്തിന് സ്ട്രോങ് ഡിസിഷൻസ് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാരണം അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ദുർബലമായിരുന്നില്ല. പക്ഷെ ആ സഖ്യം അറിയാമല്ലോ, 23 ഘടകകക്ഷികളുണ്ട്. 28 പിന്നീട് 23 അങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ഘടകകക്ഷികളെയും കൊണ്ടൊക്കെ മുമ്പോട്ട് പോകുക വലിയ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. അപ്പം അവിടെ അദ്ദേഹത്തിന് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അന്ന് ആ യുദ്ധം കഴിഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ പരാജയത്തിന്റെ കാരണങ്ങൾ എന്ന് വിലയിരുത്താൻ സമഗ്രമായ ഒരു കമ്മീഷൻ രംഗത്ത് വന്നു. അവർ പഠിച്ചതിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒന്ന്, നമുക്ക് റഡാറിന്റെ അഭാവം. നമ്മളുടെ ധീരന്മാരും നമുക്കന്ന് ആ ഒരു കാർഗിൽ വാറിൽ നമ്മുടെ ഈ 507 നമ്മുടെ ധീര ജവാന്മാർ വീരമൃത്യു വരിച്ച ഒരു വാർ കൂടിയായിരുന്നു. ഏതാണ്ട് 1400-ഓളം നമ്മുടെ ധീര ജവാന്മാർക്ക് പരിക്ക് പറ്റിയിരുന്നത്. അത് നമുക്ക് ഈ സൈനികരുടെ ആ ഒരു വീരമൃത്യു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ പണം കൊണ്ടോ ഇല്ലെങ്കിൽ വല്ല പൊന്നുകൊണ്ടോ ഒന്നും തുലനം ചെയ്യാൻ കഴിയുന്നില്ല. അത് ഭയങ്കര നഷ്ടമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ബാക്കിയുള്ള നഷ്ടങ്ങളൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു മരിച്ച അവരുടെ ആ ജീവത്യാഗത്തിന് നമ്മൾ എന്താണ് വില പറയേണ്ടത്, ഇല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് അവരെ താരതമ്യം ചെയ്യാൻ കഴിയില്ല.
അപ്പൊ ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ആ റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് ഒന്നാമത് കണ്ട കാര്യം നമുക്കൊരു സംയുക്ത സൈനിക മേധാവി ഇല്ലായിരുന്നു ഉം. എന്നുള്ളതായിരുന്നു. അതായത് ഈ മൂന്ന് സേനാ മേധാവികൾ ഉണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏകീകരിക്കാൻ നമുക്കൊരു സംയുക്ത സൈനിക മേധാവി ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തേതായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മലനിരകളിൽ മാത്രം പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു സൈനിക ഫോഴ്സ് ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മലനിരകളിലേക്ക് വേണ്ടി മാത്രം കാർഗിൽ വാറിന് ശേഷം അതിനൊരു അക്കാഡമി തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അക്കാഡമി ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് കിട്ടും, അവരുടെ അതിന്റെ വിഷ്വൽസ് ഒക്കെ നമുക്ക് കിട്ടും. അവിടെ അത് തുടങ്ങി. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൈനികർക്കിടയിലുള്ള ചില അവരുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. അവരുടെ സാലറി ആയാലും മറ്റ് അലവൻസുകളായാലും ഒരു ഏകീകൃത സ്വഭാവമായാലും വൺ റാങ്ക് വൺ പെൻഷൻ ആയാലും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത്ര വാഹനങ്ങളില്ലായിരുന്നു, ആ വാഹനത്തിന് വലിയ ക്ഷാമം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിന്റെ വലിയ ക്ഷാമം നമ്മുടെ സൈറ്റിരുന്നു. പഴയ ആ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഒക്കെ ആയിട്ടാണ് നമ്മളന്ന് പോരാടേണ്ടി വന്നത്. മറ്റ് ഒന്നെന്ന് പറഞ്ഞാൽ നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ നമുക്ക് വളരെ കുറവായിരുന്നു. അതായത് രാത്രിയിൽ ഇതൊക്കെ കാണാനും കേൾക്കാനും ഉള്ളത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇതിൽ വന്ന തകരാറുകൾ, അങ്ങനെ അനവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിക്കപ്പെട്ടത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി വന്നിട്ടാണെന്ന് കൃത്യമായി പറയാൻ പറ്റും. വെറുതെ നമ്മൾ ഇപ്പം മോദിയെ പൊക്കി പറയേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ അദ്ദേഹം വന്നിട്ട് തന്നെയാണ് അത് ക്ലിയർ ചെയ്തത്. അതിന്റെ ഒന്നാമത്തെ കാര്യം, ആ റിപ്പോർട്ടിൽ പറഞ്ഞ ആദ്യത്തെ കാര്യമാണ് സംയുക്ത സൈനിക മേധാവി. അത് ഈ സർക്കാർ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്താണ് അത് വരുന്നത്. രണ്ടാമത് അദ്ദേഹം ചെയ്തത് 15,000-ഓളം വാഹനങ്ങൾ പുതിയതായിട്ട് 15,000-ഓളം വാഹനങ്ങളാണ് സേനയ്ക്ക് കൊടുത്തത്. ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സേനകൾക്ക് 15,000 പുതിയ വാഹനങ്ങൾ. എല്ലാവരുടെയും ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പുതുമയാർന്ന പുതിയ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ബുള്ളറ്റ് ആയിട്ടുള്ള. പ്രൂഫ് വെസ്റ്റുകൾ നിർമ്മിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ അത് കയറ്റി അയക്കുന്നുണ്ട് ഇസ്രായേലിനാണ്. നമ്മൾ അതിനുശേഷം കയറ്റി അയക്കുന്നത് ഇസ്രായേലിന് ഏറ്റവും ഇസ്രായേലിന് പിടിത്തത്തിലാണ്. അതെ, അതെ ഇസ്രായേലിന് കയറ്റി നമ്മളത് അയക്കുന്നുണ്ട്. അത് നമ്മുടെ സൈന്യത്തിന് കൊടുത്തു എന്ന് മാത്രമല്ല, നമ്മളത് നിർമ്മിക്കുന്നു, കയറ്റി അയക്കുന്ന രാജ്യം കൂടെ നമ്മൾ കേൾക്കണം. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് മേടിക്കുന്നു പറയുമ്പോൾ എന്ത് ക്വാളിറ്റി ആയിരിക്കും അതൊന്നും നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. കാരണം അവരങ്ങനെ ആപ്പ സാധനം വെച്ചിട്ട് ചെയ്യുന്നവരല്ല. അപ്പൊ അത്രയും ഒരു ഇതിലേക്ക് നമ്മൾ വളർന്നു. ഒന്ന്. മൂന്നാമത്തെ കാര്യം, നൈറ്റ് വിഷൻ സിസ്റ്റം എന്ന് പറയുന്നൊരു അതിൻ്റെ ഒരു പരാതി ഇപ്പോഴില്ല. കാരണം ഫുള്ളി നൈറ്റ് വിഷൻ A to Z ആയി കഴിഞ്ഞു. അതിനേക്കാൾ മുകളിൽ ഡ്രോണുകളായി നമുക്ക്, അങ്ങനെ ഒരുപാട്. അത് ചിലപ്പോൾ പ്രത്യേകതയായിരിക്കാം. പക്ഷെ മുമ്പ് ആ കാലഘട്ടത്തിൽ റഡാറുകൾക്ക് നമുക്ക് അപര്യാപ്തത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിടത്ത് നിന്ന് മാറി ഇന്ന് മുക്കിന് ഉപഗ്രഹങ്ങൾ വിട്ടിട്ടാണ് നമ്മൾ ഓരോ മുക്കും മൂലയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിലേക്ക് മാറി. അന്ന് ഈ റഡാർ വഴിയായിരുന്നു അതിന്റെ ഈ അപ്പുറത്തെ ടാങ്കുകളുടെ മറ്റുമൊക്കെ ഇത് നമ്മൾ നോക്കിയിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല. നമ്മൾ എനിക്ക് തോന്നുന്നു 2-3 മാസം കൂടുമ്പോൾ 10-20 ഉപഗ്രഹങ്ങൾ, ചെറിയ ഉപഗ്രഹങ്ങൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ആവശ്യങ്ങൾക്ക്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസവും 52 ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കുകയുണ്ടായി നമ്മുടെ സൈന്യത്തിന്റെ കടലുവൊക്കെ നിരീക്ഷിക്കാനായിട്ട്. അപ്പൊ ആ നിലയിലേക്ക് നമ്മൾ ഒരുപാട് മാറി. ഇന്നിപ്പോഴെന്താണ്, അന്ന് നമ്മൾ ഈ കടന്നുകയറ്റം അറിയാൻ വൈകിയതും നമ്മൾ വളരെ പണിപ്പെട്ട് തന്നെയാണ്. അത് വളരെ നിസ്സാരമായിട്ടല്ല നമ്മൾ ആ കാർഗിൽ മലനിരകളിൽ തമ്പടിച്ച പാകിസ്ഥാൻ സൈനികരെ നമ്മൾ തുരത്തിയത്. അതിനകത്ത് 3000 സൈനികരാണ് പാകിസ്ഥാൻ മരിച്ചത്. പക്ഷെ പാകിസ്ഥാൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ 327 സൈനികർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർഗിൽ യുദ്ധത്തിന് ശേഷം ഈ കൊടുമുടികളിലേക്കൊക്കെ കടന്നു ചെന്ന നമ്മുടെ ഇന്ത്യൻ സേനയ്ക്ക് കാണാൻ കഴിഞ്ഞത് മൃതശരീരങ്ങൾ 100 കണക്കിന് കിടപ്പുണ്ട്. ഇതിനെ ഒന്നും സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. അത് തയ്യാറാകത്തിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എണ്ണം പുറം ലോകം അറിയും, അവിടുത്തെ ജനം അറിയും, പാകിസ്ഥാനിലെ ജനം. അത് അറിയാതിരിക്കണം ഒന്ന്. രണ്ടാമത്തെ കാര്യം, തങ്ങളല്ല ഇത് ചെയ്തതെന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റുവാങ്ങിയ തങ്ങളാണെന്ന് അംഗീകരിക്കേണ്ടതായി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇത് അവർ ചെയ്യാതിരുന്നത്. പക്ഷെ അത്രത്തോളം പേര് അതിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നതാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ ഒരുപാട് മാറി. അത് ശരിക്കും ഇന്ത്യൻ സേനയുടെ ഒരു വലിയ മാറ്റം നടന്നു. അതിനിപ്പോ ആര് ഇതിനകത്ത് കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. വലിയ മാറ്റം നടന്നിരിക്കുന്നത് ഈ 2014 മുതലാണ്. വൺ റാങ്ക് വൺ പെൻഷൻ അടക്കം വന്ന ഒരു, എനിക്ക് തോന്നുന്നു ആ വൺ റാങ്ക് വൺ പെൻഷന് വേണ്ടിയിട്ട് അതിന്റെ ചർച്ചകൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു എക്സ്-സർവീസുകാരനായിരുന്നു. എന്റെ പിതാവ് ഒരു എക്സ്-സർവീസുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ എക്കാലത്ത് സ്വപ്നമായിരുന്നു വൺ റാങ്ക് വൺ പെൻഷൻ. എപ്പോഴും പറയും, ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ മോദി കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എന്റെ അച്ഛനില്ല, മരിച്ചുപോയി, അദ്ദേഹം പറഞ്ഞിരുന്നു, മോദി അധികാരത്തിൽ കയറുന്നു, എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടേ അത് പറ്റൂ, ഇങ്ങയുടെ കാലത്ത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ കിട്ടില്ല എന്ന്. പക്ഷെ അദ്ദേഹം എന്തായാലും മരിക്കുന്നതിന് മുമ്പ് തന്നെ വൺ റാങ്ക് വൺ പെൻഷൻ കിട്ടി, ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇതാണ്. അപ്പം അതും കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ പറയണം. അപ്പൊ ഈ നിലയിലേക്ക് ഇന്ത്യ വളരെ വേഗം മാറുന്നു. അതായത് പാകിസ്ഥാനെ കൃത്യമായിട്ട് നമുക്ക് ഇന്ന് നോക്കൂ, അന്ന് അത്രയും ദിവസം നമ്മൾ യുദ്ധം ചെയ്തിട്ട് ഈ മലമുകളിൽ തമ്പടിച്ച സൈനികരെ ഒഴിവാക്കാൻ നമുക്ക് അത്രയും റിസ്ക്കും
അത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി വന്നെങ്കിൽ ഇന്ന് നമ്മള് 3 ദിവസം കൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആണവ രാജ്യത്തെ മുട്ടുകുത്തിച്ച് നമ്മുടെ അടുത്ത് മുമ്പിൽ നിർത്തി എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് അതെ 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 പണ്ട് കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പാകിസ്ഥാന് ഇവിടെ തന്നെ ഉള്ള ആളുകൾ പറയും പാകിസ്ഥാനെ തൊട്ടാ കളി മാറും കേട്ടോ, അവര് ഉം, ആണവായുധമുള്ള ഉം. രാജ്യം, അവന്മാരെടുത്തിട്ട് ഇട്ടിട്ട് പോകുന്നു പറഞ്ഞു. ഇന്നിപ്പോ അവന്മാര് മൂട്ട ചുരുളുന്നൊക്കെ ചുരുണ്ടുപോയില്ല. ഇന്ന് മൊത്തത്തിൽ അതെ അതെ ചുരുണ്ടു അതെ കെട്ടിയത് വെറും 3 ദിവസം കൊണ്ടാണ്. അതായത് ഇന്ന് നമ്മുടെ ഉം. കരസേനാ മേധാവി പറഞ്ഞിരിക്കുന്ന കാര്യം 50-ൽ താഴെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാനെ നമ്മൾ ഈ ചർച്ചയുടെ ടേബിളിൽ എത്തിച്ചതെന്നാണ് പറയുന്നത്. വെറും 50-ൽ താഴെ ഉം. ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് അദ്ദേഹം ഈ ഉപയോഗിച്ച മിസൈലുകളുടെ കണക്കുൾപ്പെടെയാണ് ഈ 50-ൽ താഴെ എന്ന് അദ്ദേഹം പറഞ്ഞത്. കേവലം 50 ആയുധങ്ങളിൽ താഴെ ഉപയോഗിച്ചിട്ടും നമ്മൾ അവരെ മുമ്പിൽ മുട്ടുകുത്തിച്ച് നിർന്നു. എന്നിട്ടും അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും ഞങ്ങൾ ഉദ്യോഗതലത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും തലപൊക്കി കഴിഞ്ഞാൽ മാരകമായ തിരിച്ചടി അപ്പോൾ തന്നെ നൽകും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ദ്രാസിൽ, അവിടെ ജമ്മു കാശ്മീർ ബോർഡറിൽ അവിടെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടില്ല എന്നല്ല, ഞങ്ങൾ ദ്രാസിൽ നടക്കുന്ന നീക്കമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ ഇന്ന് കൃത്യമായി അറിയാം. കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ ആയിരുന്നു ആദ്യം ആ റിപ്പോർട്ട് പുറത്തുവിട്ട്, ബാക്കി എല്ലാ മാധ്യമങ്ങളും കൊടുത്തു. ഈ ഹാഫിസ് ഒളിയിടം പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ന സ്ഥലത്താണ് എന്ന് കൃത്യമായി ഉം. തന്നെ ഒരു നമ്മുടെ ഇന്ത്യയിലെ ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇന്റലിജൻസ് കൊടുക്കുന്ന വിവരം തന്നെ ആയിരിക്കുമല്ലോ. അതിനർത്ഥം പാകിസ്ഥാനിലെ ഭീകരന്മാർ എവിടെയൊക്കെയാണ് എന്തൊക്കെ ചെയ്യുന്നുള്ള കൃത്യമായ വിവരം പോലും നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഇന്ന് പാകിസ്ഥാന് ഉം. പഴയ പോലെ ഗീർവാണം അടിക്കാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. സത്യത്തിൽ പാകിസ്ഥാനിലെ ഈ മുനീറും ഗിനീറും ഒക്കെ ചുമ്മാതിരിക്കുന്ന മനുഷ്യനല്ല. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ പിന്നെ ഭീകരവാദികൾ നടത്തുന്ന പൊതു റാലികളിലും സമ്മേളനത്തിലൊക്കെ പോയിട്ട് വലിയ പ്രസംഗമൊക്കെ വെച്ച് നടത്തുന്ന ടീമുകളാണ് അവര്. ഇപ്പൊ അദ്ദേഹത്തിന് കാണുന്നില്ല, പ്രസംഗവും ഇല്ല, ഒന്നുമില്ല. ആകെ ഉള്ളത് നമ്മുടെ ഷഹബാസ് ഷെരീഫ് മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് കിളി പോയി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ അവിടെ ഭൂരിപക്ഷമില്ല, ഒരു മുന്നണി സർക്കാരാണ് ഉള്ളത്. പുള്ളി തന്നെ തെക്ക് വടക്ക് നടക്കുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത് പുള്ളിക്ക് തന്നെ അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്കെതിരായിട്ട് ഒരു ഒറ്റ ഡയലോഗ് പോലും ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഡെയിലി നമ്മൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മീഡിയാസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മുനീറിന്റെ വെല്ലുവിളി, ഷഹബാസ് ഷെരീഫിന്റെ വെല്ലുവിളി, പിന്നെ അവിടുത്തെ ഏതൊക്കെയോ വിദേശകാര്യ മന്ത്രിയോ ഖാജ ബിലാവൽ എന്ന് ഭൂട്ടോ. പറഞ്ഞിട്ട് ബിലാവൽ ഭൂട്ടോ ഒരു ഖാജ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു വിദേശകാര്യ മന്ത്രിയുണ്ട്. അതെ പുള്ളിയാണ് അതെ മറ്റേ ഖാജ. വിമാനം തകർന്ന തെളിവ് എവിടെയെന്ന് വെച്ചപ്പോഴത്തേനും സോഷ്യൽ മീഡിയ നോക്കിയാണ് അദ്ദേഹം പറഞ്ഞത്. അതെ അതെ ഇദ്ദേഹം വേറൊരു സത്യം കൂടി പറഞ്ഞു കേട്ടോ. ഇദ്ദേഹം UK പോയിരുന്ന ആ സമയത്ത് അദ്ദേഹം അവിടെ വെച്ചിട്ട് പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഒരു ഭീകര രാഷ്ട്രമാക്കിയത് ഈ യൂറോപ്യൻകാരാണ്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആണാണ്. വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭീകരന്മാരെ വളർത്തിയത്, 30 വർഷമായിട്ട് ഞങ്ങൾ ഈ പണി ചെയ്യുന്നു എന്നൊക്കെ തുറന്നു പറയുകയും കൂടെ ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിടത്ത് നിന്ന് അതുപോലെ തന്നെ ഹാഫീസ് ചെയ്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് റാലി നടത്തി വെല്ലുവിളിക്കുമായിരുന്നല്ലോ, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ആണ്ട് നേർച്ചയ്ക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു, ആണ്ടുബലി ഇടുന്ന ഇതിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം ഇതിലേക്ക് തന്നെ എത്തുന്നു എന്ന് കാര്യങ്ങൾ കാണുമ്പോൾ വലിയ മാറ്റം, ആ മാറ്റം സംഭവിച്ചിരിക്കുന്ന ഇപ്പൊ എല്ലാവരും ചോദിക്കും, ഇന്ത്യൻ സേന ഉണ്ടായത് മോദി വന്നിട്ടാണ്, ഇന്ത്യൻ സേനയ്ക്ക് കരുത്തുണ്ടായത് അല്ല. പക്ഷെ ഇന്ത്യൻ സേന ഇതേ രീതിയിലേക്ക് ആധുനിക ആയുധവൽക്കരിക്കപ്പെട്ടത് മോദി വന്നിട്ട് തന്നെയാണെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ കാർഗിൽ യുദ്ധസമയത്ത് നമ്മുടെ പോരായ്മകൾ എണ്ണി എണ്ണി പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്തൊരു വലിയ മാറ്റമാണ്. ഇന്നിപ്പോ നമ്മള് ലോകത്തിന്റെ തന്നെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരു രാജ്യമാണ്. ഇന്നിപ്പോ നമ്മുടെ ജനം എന്താ പറയുന്നത്, ചൈന അവനിങ്ങ് വരട്ടെ, അവൻ നിൽക്കും എന്ന് പറയാൻ ഇന്നത്തെ ഇന്ത്യൻ പൗരന് ധൈര്യം വന്നത് എവിടുന്നാണ്? നമ്മളുടെ പവറാണ്, നമ്മുടെ ആ സൈന്യത്തിന്റെ പവർ. മുമ്പായിരുന്നെങ്കിൽ നമ്മൾ പറയുമായിരുന്നു, ഇല്ല. ഇല്ല. മുമ്പായിരുന്നെങ്കിൽ ഈ നാറ്റോ മേധാവിയും ട്രംപും ഒക്കെ നമ്മളെ വരട്ടുമ്പോഴത്തേനും വാലും ചുരുട്ടി ഇവിടെ ഇരിക്കുമായിരുന്നു, അല്ലെ? എന്നിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോട് പറയും വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞ് വാർത്ത മുക്കുമായിരുന്നു ഇവിടെ മുൻകാലങ്ങളിൽ കോൺഗ്രസ് സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അന്നൊന്നും ഇല്ല, ഓൺലൈൻസ് ഇല്ല. ഓൺലൈൻസ് ഉള്ളപ്പോഴല്ലേ വാർത്തകൾ പുറത്ത്. ഇന്ന് മുക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, നാറ്റോ മേധാവിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പടക്കപ്പൽ INS തമാൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയത്, റഷ്യയുടേത്. അതായത് എല്ലാ ഉപരോധങ്ങളും നേരിടുന്ന റഷ്യ, യൂറോപ്യൻ കരട റഷ്യ എന്ന് പറയുന്ന റഷ്യ, അവരുമായി ബന്ധപ്പെടുന്നവരെയൊക്കെ തകർത്ത് കളയുമെന്ന് പറഞ്ഞിടത്താണ് ഇന്ത്യ ചെല്ലുന്നത്. അത്രയും കപ്പാസിറ്റിയിലേക്ക് നമ്മൾ വളർന്നു. അപ്പം ഈ 1999 വാജ്പേയി സർക്കാരിൽ നിന്ന് മോദി സർക്കാരിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മാറി. ഇവിടെയും ഒരു കാര്യം നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല, അന്ന് വാജ്പേയി അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. കാരണം വാജ്പേയി അന്നെടുത്ത ധീരമായ ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. അതായത് രാഷ്ട്രീയത്തിന്റെ ഒരു നമ്മുടെ സൈന്യത്തിന് ഉണ്ടായിരുന്നൊരു വലിയ കുഴപ്പം, അതായത് നമ്മുടെ സൈന്യത്തിന് ഈ രാഷ്ട്രീയ നിലപാടുകൾ അനുസരിക്കേണ്ടി വന്നിട്ടുണ്ട് പല സാഹചര്യത്തിൽ. നമ്മൾ കണ്ടതാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുമൊക്കെ നമ്മൾ പിടികൂടിയ പാക് സൈനികരെ വിട്ടുകൊടുക്കേണ്ടി വന്നത്, നമ്മൾ ക്യാപ്ചർ ചെയ്ത സ്ഥലം സ്ഥലത്ത് നിന്ന് വിട്ടുകൊടുത്തു. നമുക്ക് സ്ഥലം വിട്ടുകൊടുത്തു. അതൊക്കെ വെച്ചാൽ ഇവിടെ ഈ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും
ആ, ആണ് രണ്ട് ഡിസിഷൻ എടുക്കുന്നെങ്കിൽ ഒന്നും മുമ്പോട്ട് പോയില്ല. ആ ഒരു ഉം. തിയറിയും മോദി മാറ്റിമറിച്ചു. ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയം വന്നപ്പോൾ മുഴുവൻ ചാർജും സൈന്യത്തിന് കൊടുത്തു. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, നിങ്ങൾ എങ്ങനെ വേണേ ചെയ്തു, എനിക്കതൊന്നും അറിയണ്ട. പുള്ളി ഹാപ്പി ആയിട്ടല്ലേ കേരളത്തിൽ ഉം, വന്നു, ഉം, തമാശ ഉം. പറഞ്ഞു, പിണറായി വിജയനെയൊക്കെ എന്തൊക്കെ കളിയാക്കി തമാശ പറഞ്ഞു ഒക്കെയാണ് ആ സമയങ്ങൾ അദ്ദേഹം അതെ, അതെ, അതെ. പോകുന്നത്. നമ്മൾ തന്നെ ഇങ്ങനെ അതിശയിച്ചിട്ട് ഇത്രയും വലിയ ടെൻഷനിലും പാകിസ്ഥാനിൽ ഷഹരാബ് ഷെരീഫൊക്കെ വട്ടുപിടിച്ച് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ചർച്ച നടത്തുന്നു, ഗൂഢാലോചന നടത്തുന്നു, എല്ലാം ചെയ്യുന്നു. ഇവിടെ മോദി ബീഹാറിൽ പോകുന്നു, ഇലക്ഷൻ വർക്കിൽ പങ്കെടുക്കുന്നു, തിരുവനന്തപുരത്ത് വരുന്നു, വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നു, തമാശകൾ പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പോകുന്നിടത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ തന്നെ ഉം. ചിലര് മോദി ഭക്തര് പോലും ചിന്തിച്ചു ഇദ്ദേഹം ഇനി തിരിച്ചടിക്കത്തൊന്നും ഇല്ലേ എന്ന് ചിന്തിച്ചു. പക്ഷെ അതിനുശേഷം നരേന്ദ്രമോദി പറഞ്ഞു, നരേന്ദ്രമോദി അല്ല പറഞ്ഞു, അതിനുശേഷമാണ് വാർത്തകൾ വരുന്നത്, എല്ലാം സൈന്യത്തെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അന്ന് കേരളത്തിലെ ഒരു പ്രമുഖമായ ചാനൽ, ആ ചാനൽ എന്നും രാജ്യത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചാനലാണ്, അവർ പറഞ്ഞത് എന്തിനാണെന്ന് അറിയാവോ ഈ സേനയ്ക്ക് ഇത് കൊടുത്തത്? സേന പരാജയപ്പെട്ടാൽ എല്ലാം അവർ തലയ്ക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും സേനയുടെ തലയ്ക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സേന വിജയിച്ചു നിൽക്കുമ്പോൾ ആ ചാനലിൽ പിന്നെ ചർച്ചയൊന്നും നടത്തി ഞാൻ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫുൾ ക്രെഡിറ്റ് സേനയ്ക്ക് കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയായിരുന്നു ഇവിടുത്തെ. പക്ഷെ വാജ്പേയിയുടെ കാലത്ത് അങ്ങനെയില്ലായിരുന്നു. ദില്ലി എന്ത് പറയുന്നു എന്നാണ്. കാരണം അതുവരെ അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു ഇന്ത്യൻ സേനയ്ക്ക് ഉണ്ടായിരുന്നു. ദില്ലി വിളിച്ച് ഉം. ചോദിക്കും, ഞങ്ങൾ ഇതാ അപ്പുറത്തെ പാകിസ്ഥാൻ കയറി അറ്റാക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഒരു ഡിസിഷൻ വരണമായിരുന്നു. ഇന്നത് ഉം. വേണ്ട. ഈ സേനയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്ത, പക്ഷെ തീർക്കണം, അത്രേ ഉള്ളൂ. അതെന്ന് അത്രേ ഉള്ളൂ. പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അന്ന് വാജ്പേയി ഇരിക്കുമ്പോൾ വാജ്പേയി കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ, ഒരു നിലപാട് അതിലെടുത്തു. അതായത് നമ്മൾ അടിച്ച് തീർക്കുക എന്ന് തന്നെയാണ് നമ്മൾ ആ നിലപാടെടുത്തത്. ആ അടിച്ച് തീർക്കുന്നിടമൊക്കെ പിടിച്ചെടുക്കുക, നമ്മുടെ ജെണ്ട നാട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ആ കൊടി നാട്ടുക എന്നാണ് നമ്മൾ ഉം. പറഞ്ഞിരുന്നത്. അത് കൃത്യമായി തന്നെ അന്നും ഇന്ത്യൻ സേന ചെയ്തു. അതിനുശേഷം യെസ്. അദ്ദേഹത്തിന്റെ, വാജ്പേയിയുടെ പാർട്ടിക്കാരനായ മോദി അധികാരത്തിൽ വരുമ്പോൾ മോദി പിന്നെ അതുകൊണ്ടൊക്കെ ഒരു സോഫ്റ്റ് കോർണർ അല്ല. മോദി തെറുക്കുത്തരം മുറിപ്പത്തൽ എന്നൊരു പോളിസി ഉള്ള ഒരാളാണ്. വാജ്പേയി അതല്ലായിരുന്നു. അദ്ദേഹം വളരെ സരസനായി സംസാരിക്കുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയാം. ഉം. 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 അപ്പൊ മോദി വന്നപ്പോ കളിയും മാറി. ഇന്നിപ്പോ ഇന്ത്യൻ സൈന്യത്തിന് പരാതിയില്ല, സാലറിയുടെ കാര്യത്തിലായാലും മറ്റ് അലവൻസിന്റെ കാര്യത്തിലായാലും ഒക്കെ. അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്നു, 4 വർഷത്തെ സർവീസ്. എന്തൊക്കെ പുകലി രാജ്യത്തുണ്ടായി, ഇത് ഒളിഞ്ഞു ഉം. പോകുമെന്ന് പറഞ്ഞു. അതാണിത്, ഇന്നും പിള്ളേർ ഇടിയാണ് അഗ്നിവീർ കയറാൻ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്ക് നമ്മൾ മാറി. അതായത് എല്ലാവർക്കും സൈനിക പരിശീലനം, അത് ലോകരാജ്യങ്ങളിൽ മിക്കയിടത്തുമുണ്ട്. റഷ്യയിലുണ്ട്, ഉം. ഇസ്രായേലിലുണ്ട്, അമേരിക്കയിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഇപ്പോൾ അത് ഇന്ത്യയിലും ഈ അഗ്നിവീറിലൂടെ നടപ്പാക്കാൻ കഴിഞ്ഞു. അങ്ങനെ സമൂലമായൊരു മാറ്റം ഇന്ത്യൻ സേനയ്ക്കുണ്ട്. അഗ്നിവീർ എന്നൊക്കെ പറഞ്ഞ ചെറിയ പദ്ധതിയല്ല, ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ അല്പം പ്രയാസകരവുമാണ്. അതെ, അതായത് അതെ. 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം എന്നുള്ളത് മോദി പൈസ കൊടുത്തിട്ട് അതായത് അവർക്കൊരു സാലറി ആക്കിക്കൊണ്ട് 4 വർഷത്തെ സൈനിക സേവനം എത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത് പട്ടാളക്കാർക്ക് പഞ്ഞമില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ സൈന്യം 20,000 40,000-ത്തോളം വരുന്ന കരസേനയും കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള അതിന്റെ സപ്പോർട്ട് സൈന്യത്തെയും വിളിച്ചു കഴിഞ്ഞാലും പിന്നെയും ചെറുപ്പക്കാർ നിൽക്കുക. ഈ 4 വർഷത്തെ ഉം. പരിശീലനം കഴിഞ്ഞിട്ട് നിൽക്കുന്ന യുവാക്കൾ, അവരെ ഉറപ്പായിട്ടും നമുക്ക്, കാരണം ഈ മോഹൻലാലിന്റെ ടെറിട്ടോറിയൽ ആർമി പോലും 4 വർഷത്തെ പരിശീലനം ജോലിയൊന്നുമില്ല. അവർക്കൊരു ഷോർട്ട് ടൈം പരിശീലനം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഇത് 4 വർഷത്തെ സൈന്യത്തിനൊപ്പമുള്ള പരിശീലനം കഴിഞ്ഞ് നിൽക്കുന്ന 10,000-കണക്കിന് യുവാക്കളാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്കിനി നമ്മുടെ സൈന്യത്തെക്കുറിച്ച് ഭയക്കേണ്ടതായിട്ടില്ല, സൈനികരെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ഈ അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്നപ്പോ ഇതേ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചാനൽ പറഞ്ഞത് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. അതാ ഞാൻ പെട്ടെന്ന് തിരിച്ചത്. അതായത് ഈ അഗ്നിവീർ എന്ന് പറയുന്നത് BJPയുടെ ഒരു വമ്പൻ കലാപത്തിനുള്ള പദ്ധതിയാണ്. ഈ അഗ്നിവീർ വഴി ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെ എടുത്തിട്ട് സൈനിക ട്രെയിനിങ് കൊടുത്തിട്ട് 4 വർഷം കഴിഞ്ഞ് അവരെ പുറത്തിറക്കും. പുറത്തിറക്കുമ്പോൾ ഇവര് നമുക്കറിയാമല്ലോ, ഇനി കലാപം ഉണ്ടാക്കാൻ എളുപ്പമാണ്. കാരണം ഈ ആയുധ ട്രെയിനിങ് കഴിഞ്ഞ പിള്ളേരാണ് എല്ലായിടത്തും ഉള്ളത്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉടനെ ഇവർ വിളിച്ച് പറയാ, നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങൾ അഗ്നിവീറല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഏത് തരത്തിലാണ് അവരൊക്കെ ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഈ പർവ്വതങ്ങളിലെ യുദ്ധം എന്ന് വിജയേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ പർവ്വതങ്ങളുടെ മുകളിൽ AI ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിലറി ഗണ്ണുകൾ സ്ഥാപിക്കുകയാണ്. ആർട്ടിലറി ഗണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഇനി നുഴഞ്ഞു കയറാൻ പറ്റുന്നവനെ അത് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്ത് ഒരു കറക്റ്റ് പ്രിസൈസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഗണ്ണുകളാണ്. ഇനി സൈനികന് പോയി നിൽക്കേണ്ട ആവശ്യമില്ല. അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യ ഡ്രോൺ സ്ക്വാഡ് രൂപീകരിക്കുന്നുണ്ട്. ഇനി അടുത്ത യുദ്ധങ്ങൾ ഡ്രോണിന്റെ യുദ്ധങ്ങളാണെന്ന് അറിയാം. ഡ്രോൺ എന്ന് പറഞ്ഞാൽ ചില്ലറ ഡ്രോണുകളല്ല, ഒരു വിമാനത്തിന്റെ അത്രയൊക്കെയുള്ള ഡ്രോണുകളാണ് ഇന്ത്യ നിർമ്മിക്കുന്ന ഡ്രോണുകൾ എന്ന് പറയുന്നത്. ആ സ്ക്വാഡ് രൂപീകരിക്കുന്നു. അതിന്റെ പരീക്ഷണം ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ആ ഒരു വാർത്ത ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തൊരു വാർത്ത, നമ്മുടെ അമൃത്സറിൽ നിന്നുകൊണ്ട് ലാഹോറിനെ ടാർഗറ്റ് ചെയ്യാൻ, എനിക്ക് തോന്നുന്നു അമൃത്സറിൽ നിന്ന് ലാഹോർ വരെ, ആ വാർത്തയിൽ ഞാൻ വായിച്ചത് 100-ൽ താഴെ കിലോമീറ്ററേ ഉള്ളൂ.
അമൃത്സറിൽ നിന്ന് പഞ്ചാബ്, അമൃത്സറിൽ നിന്ന് ലാഹോർ. അപ്പൊ അവിടെ നിന്ന് ഇന്ത്യൻ ആർമി അഡ്വാൻസ്ഡ് ടവേർഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ATAGS എന്ന് പറയുന്ന പീരങ്കികൾ അവിടെ സ്ഥാപിക്കുകയാണ്. ഇനി ലാഹോറിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് പീരങ്കി ഒരു ഷൂട്ട് കൊടുത്താൽ മതി, നേരെ ഈ ഉണ്ട പോയി വീഴുന്നത് ലാഹോറിലായിരിക്കും. അങ്ങനെ സമൂലമായിട്ടുള്ള സകല കാര്യങ്ങളിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ കാർഗിലിന് ശേഷം, നരേന്ദ്രമോദി വന്ന ശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നത്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഇന്ന് വാജ്പേയി അല്ലായിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ എന്താകും എന്നുള്ളതിന്റെ ചെറിയൊരു ഉദാഹരണം നമ്മൾ ഈ കിഴക്കൻ പാകിസ്ഥാൻ കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ആക്കാൻ പോയപ്പോൾ നമ്മൾ അനുഭവിച്ച പീഡനങ്ങളൊക്കെ ആലോചിച്ചാൽ മതി. നമ്മുടെ സൈനികരൊന്നും തിരിച്ചു വന്നിട്ടില്ല. ഷിംല കരാർ ഒപ്പിട്ടു, അവന്മാർക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുത്തു, അവന്മാരുടെ സൈനികരെല്ലാം തിരിച്ചയച്ചു. അവന്മാർക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അവന്മാർ ചോദിച്ചില്ലെങ്കിൽ കശ്മീർ പോലും ഇന്ദിരാഗാന്ധി എടുത്ത് കൊടുത്തതെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളാണ് വിജയിച്ചത്, പക്ഷെ അങ്ങനത്തെ ഒരു ലെവലായിരുന്നു കാര്യങ്ങൾ പോയത്. എന്തായാലും കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ഒരു സല്യൂട്ട് കൊടുത്തു നമുക്ക് നിർത്താം. താങ്ക് യു ചേട്ടാ, താങ്ക്സ് സോ മച്ച്.